ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാൻ സമയം എടുക്കുമല്ലോ. ചില വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില വ്യക്തികളെ നമുക്ക് സമയം എടുത്ത് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ഷാനവാസിക്കയും അതേപോലെ ഫിനാലയിൽ പറയുന്നുണ്ടായിരുന്നു അവസാനം ഞാനും അനീഷുമാണ് വരുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന്. അതും എങ്ങനെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? ഫൈനൽ 2-ൽ വരാനിരുന്ന ഷാനവാസിക്ക വിചാരിച്ചിരുന്നത് ലാലേട്ടൻ വന്ന് ഷാനവാസിക്കേനെയും അനീഷിനെയും കൂടെ കൊണ്ടുവരും എന്നാണ് കരുതിയിരുന്നതെന്ന്. തെറ്റു പറയാൻ പറ്റില്ലല്ലോ, അവർ ആഗ്രഹിക്കുന്നതിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് അവരവരുടെ ലൈഫിൽ സക്സസ്സിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനവാസിക്കാണെങ്കിലും അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും ആ കപ്പ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. കാര്യം അവർ 5 പേരും മറ്റു കണ്ടസ്റ്റൻസുകളെ കാട്ടി മികവുറ്റ ആൾക്കാരാണ്. അവർ ടോപ്പ് 5-ൽ എത്തിയ ആൾക്കാരാണ്. ഒരുപാട് നമുക്കൊന്നും അത് എത്താൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ എത്തി നിൽക്കുമ്പോൾ അവർക്ക് എല്ലാവരും കപ്പ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അതെ. ഈ റീ എൻട്രി കയറി അവിടെ ഹൗസിൽ ഇത്രയും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണോ ആദില നൂറ ടോപ്പ് 5-ൽ എത്താതെ പോയത്? ഏയ് അതൊന്നും അങ്ങനെയൊന്നുമില്ല. റീ എൻട്രി കയറിയിട്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം വ്യക്തതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത്. ഒന്നിനും ഒളിവും മറിവൊന്നുമില്ല. കറക്റ്റ് ചെന്ന് മുഖത്ത് നോക്കി സംസാരിച്ചു, മറുപടി കിട്ടിയിട്ടില്ല. അവിടെ വാ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറുപടി പറയാൻ സംസാരിക്കുമോ നിങ്ങൾ? ഇനി സംസാരിക്കില്ല. വാ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? വാ അടപ്പിച്ചു. അതിൽ അവർക്ക് അവരെ വോട്ട് കൂട്ടാനോ അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കാനോ അവരെ നല്ല കുട്ടിയാക്കാനോ മോശക്കാരിയാക്കാനൊന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറേ തെറ്റിദ്ധാരണകൾ അത് തിരുത്തുക. അത് ശരിയായ രീതി, അത് ശരി. നമ്മൾ തെറ്റിദ്ധാരണകൾ മാറിയില്ലെങ്കിൽ കൂടി പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതിന് എന്ത് സംഭവിച്ചാണെങ്കിലും, അത് ഇനി ആയാലും ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിന്റെ അകമല്ല, പുറത്താണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. കമന്റുകൾക്ക് മറുപടി കൊടുക്കില്ല. മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളും പിന്നിൽ നിന്ന് കുത്തണ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, മറുപടി കൊടുക്കും. അതുപോലെ ഈ റീ എൻട്രിക്ക് ശേഷം ഓൾറെഡി ഹൗസിൽ ആ എവിക്റ്റ് ആയതിനു ശേഷം ശൈത്യ കുറേ നെഗറ്റീവ് ആൻഡ് സൈബർ ബുള്ളിങ് അനുഭവിച്ചു. റീ എൻട്രിക്ക് ശേഷം അത് ഇരട്ടിയായി. ശൈത്യ തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അനുമോള് വിൻ ചെയ്ത സമയത്ത് ശൈത്യ മറ്റേ ഒരു എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. പക്ഷേ ഈ റീ എൻട്രി സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഇടയ്ക്ക് പോയി എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, പിന്നെ ഇവർ മാറുന്നു, പിന്നെ ഒരിക്കലും മിണ്ടില്ല എന്ന് പറയുന്നു, പിന്നെ അനൂപ എണ്ണിക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നു. എനിക്കും ആ സംസാരം, എനിക്കും ശൈത്യക്കെതിരെ കുറേ നെഗറ്റീവ്സ് വരുന്നു, കുറേ ആരോപണങ്ങൾ വരുമ്പോഴും ശൈത്യ ഒരേ സമയത്ത് അനുവായിട്ട് മിണ്ടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഒരു വിഷ്വൽ കാണിച്ചു, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷ്വൽസ് അവിടെ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ അകത്ത് കാണിച്ചപ്പോൾ ഭയങ്കര ഇമോഷൻസ് ആയി. നൂറയും അനുവും ഒക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പൊ നമ്മള് ഭയങ്കര ബോണ്ടിങ് ആയി. ഇനിയിപ്പം വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. വീണ്ടും അടിയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷെ അനു വിൻ ചെയ്തപ്പോഴത്തേക്ക് ആദില നൂറ അവരെന്നിട്ട് നിന്ന് കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ കൈ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനും ആ അനുമോളുടെ ഹാപ്പിനെസ്സിൽ ഞാനും കൂടെ ചേരുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ശൈത്യ അവിടെ ശ്രദ്ധിച്ചില്ല ആ സമയത്ത്. പക്ഷെ പിന്നെ ഞാൻ കണ്ടപ്പോഴാണ് ശൈത്യ കൈയടിച്ചില്ലെന്നോ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ വരുന്നു. ആരെന്തിനാ ഇങ്ങനെ വെറുതെ ആക്രമിക്കുന്ന? ആ കുട്ടി അവളും മത്സരിക്കാൻ വേണ്ടി വന്നു. അവരെ കയ്യിൽ നിന്ന് എന്തൊക്കെയൊക്കെ തെറ്റുകൾ പറ്റി കാണാം, ചിലപ്പോൾ പറ്റാതിരിക്കാം. അതവിടെ കഴിഞ്ഞില്ലേ? വെറുതെ പറയുക നടന്നിങ്ങനെ, അതൊക്കെ ഭയങ്കര വിഷമം തരുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്തായിരിക്കും ചേട്ടാ എല്ലാവരും ഒന്നാകെ ഇങ്ങനെ ഒരാൾക്കെതിരായിട്ട് വരാനായിട്ടുള്ള? അനുവിനെതിരെ എന്തായിരിക്കും? നമ്മൾ എന്നിട്ടും ആള് വിൻ ചെയ്തല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഒന്നാകെ ഹൗസിൽ കയറിയിട്ട് ഈ റീ എൻട്രി സമയത്ത് നമ്മൾ മറ്റു സീസൺസിലൊക്കെ എല്ലാവരും മറ്റേ ജോളിയായിട്ട് ഇരിക്കുക, കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെ കാണുന്നത്. ഇത്രയും നമ്മൾ പുറത്ത് എപ്പിസോഡ്സിൽ കാണാത്ത എന്തോ ചിലതൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ഒന്നാകെ, അതായത് ഇപ്പൊ ഈ സരിക ചേച്ചിയൊക്കെ ആയിട്ട് എന്താ ഇഷ്യൂ? എനിക്കത് മനസ്സിലായി. അനുമോൾക്ക് നല്ല PR ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോൾക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. കാരണം ഫ്ലവേഴ്സിൽ പോലത്തൊരു ചാനലിൽ പോയിട്ട് വലിയൊരു ഷോ ചെയ്ത ഒരാളാണ്. അപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം നല്ല ഓഡിയൻസും ഉണ്ട്, അത്യാവശ്യം നല്ല PR-ഉം ഉണ്ട്. എങ്കിൽ കൂടി അനുമോൾ കാണിക്കുന്ന അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൂടാ എന്നില്ലല്ലോ. അനുമോളെ പേടിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അനുമോളെ PR-നെ പേടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പറഞ്ഞാലും പറഞ്ഞും പറയാതെയും നമുക്കതിരെ ഒരുപാടധികം കളികൾ കളിച്ചില്ലേ, ഇല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇനി അവസാനം 3-4 ദിവസമല്ലേ ഉള്ളൂ.
ഇനി ഇതുപോലത്തെ ഒരു അവസരം കിട്ടില്ലല്ലോ. പറയണമെങ്കിൽ അവിടെ വെച്ച് പറയണം. പറഞ്ഞു കഴിഞ്ഞു ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ അനുവിന് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അനുവിൻ്റെ അടുത്ത് മാത്രം എല്ലാവരും പോകുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് പല കാര്യങ്ങളും അനുവിനോട് ചോദ്യം ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ടായിരിക്കാം? ബാക്കി ആരുടെ അടുത്തേക്ക് അത് പോകണില്ല? എന്തുകൊണ്ട് റെന ഫാത്തിമ അടുത്ത് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് ആദില നൂറ് അടുത്ത് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് സരിക എടുത്ത് വരുന്നില്ല? എന്തുകൊണ്ട് ഷൈത്തി എടുത്ത് വരുന്നില്ല? അതെ, എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം അനുവിൻ്റെ ഗെയിം അങ്ങനെയായിരുന്നു. അനുവിൻ്റെ ഗെയിം അങ്ങനെയായിരുന്നു. അനു അങ്ങനെ ഗെയിം ചെയ്തു, അതിൽ ടോപ്പിലെത്തി, അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് അനു അങ്ങനെ ചെയ്തുകൂടാ എന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. ഈ PR ഒന്നുകൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അനുവും അവൻ്റെ അകത്ത് ഒരുപാടധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയ പെൺകുട്ടിയാണ്. അതുകൊണ്ട് അത് മാത്രം എന്ന് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുമോ ശരിക്കും? മേ ബി ആയിരിക്കാം, ചിലപ്പോ ഒരു പരിധി വരെ. പക്ഷെ എന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അനുമോളിപ്പം ട്രോഫി കിട്ടിയതിൽ PR-ന്റെ സപ്പോർട്ട് കൂടുതൽ ശതമാനം അതുണ്ട് എന്നതിനപ്പുറം അനുമോൾ അവിടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അനുമോൾ ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക്. മനസ്സിലായി. ഇപ്പം ഇനിയുള്ള സീസൺസിലും ഇപ്പം തന്നെ പറയുന്നുണ്ട് ബുക്കിംഗ് ആരംഭിച്ചു PR-ന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയുള്ള സീസൺസിലും മേ ബി പൈസയുള്ളവർ PR എടുക്കും, മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും അല്ലാതായി പോവുകയും ചെയ്യില്ലേ? ഇത്രയേ ഉള്ളൂ. PR കൊടുത്തോ, PR നല്ല രീതിക്ക് PR കൊടുത്തു. പക്ഷേ PR കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ വരുന്നത് ഒരു ഷോയിലേക്കാണ്. ആ ഷോയിൽ പറയേണ്ട കാര്യങ്ങളും ആ ഷോയിൽ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗംഭീരം. ഇപ്പം തൊട്ട് മുമ്പത്തെ കണ്ടസ്റ്റൻസുകളെന്ന് നോക്കിയാൽ മനസ്സിലാവും. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് അവർക്കുണ്ടായ തെറ്റുകൾ തിരുത്തി, അവർ കാരണം ഉണ്ടായ മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിന്നറടിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞതായിട്ടുള്ള സീസണുകളിൽ എല്ലാം ഇപ്പോഴും. പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇതെല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാടധികം ചോദ്യങ്ങൾ ബാലൻസ് ഉണ്ട്. ഞാനെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് തിരുത്തിയതിനപ്പുറത്തേക്ക് ഒരുപാട് കണ്ടസ്റ്റൻസുകൾ ഉള്ളിൽ നിങ്ങൾക്ക് അറിയില്ല, ഒരുപാട് ചോദ്യങ്ങൾ ബാലൻസ് ഇരിപ്പുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ട്. കറക്റ്റ്, ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരനുഭവിച്ച വിഷമങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കാന്ന് വെച്ചാൽ അനുവിനുള്ള പേടിച്ചിട്ടോ അല്ലെങ്കിൽ അനുവിനെ PR അതിലേക്ക് പേടിച്ചിട്ടോ അല്ല. മതി, നിർത്തി, കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതിനി ആ ഷോ അവസാനിച്ചു. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഗ്രാൻഡ് ഫിനാലേക്ക് അപ്പുറത്തേക്ക് അനു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് സമ്മാനം ട്രോഫി കിട്ടി. അവളുടെ ഹാപ്പിനെസ്സിലേക്ക് പോയി. ഇനി പുറകെ അങ്ങനെ ചോദ്യം ചെയ്യലിൻ്റെയോ ഉത്തരം പറയേണ്ടയോ ഒന്നും കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ കരിയറിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നിനും കൊണ്ടല്ല.